ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? സർ, നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക. നല്ല ജൈവബന്ധം ഇവിടെയുള്ള ഒരു സംസ്ഥാനമാണല്ലോ അത്. ആകെയുള്ള 28 സീറ്റിൽ 19 സീറ്റും BJPയും സഖ്യകക്ഷികളും നേടുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ? സർ, തെലങ്കാനയിൽ 6 മാസം മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളില്ലാതെ തന്നെ ആകെയുള്ള 17 സീറ്റിൽ BJPക്ക് 8 സീറ്റുകൾ ലഭിച്ചു. അവിടെയും ഈ ഉപദേശം നൽകേണ്ടി വരുമോ? അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുമായി കോൺഗ്രസിന് അന്തർധാരയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിലെ തോൽവി വിശദമായി വിലയിരുത്തി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. എന്നാൽ ഈ തോൽവി ആത്യന്തിക തിരിച്ചടിയായി കാണുന്നേയില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന കോൺഗ്രസ് തെലങ്കാന, ഹിമാചൽ മുഖ്യമന്ത്രിമാരോട് ഇക്കാര്യം ആവശ്യപ്പെടുമോ? മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ചു. വിജയത്തിൽ അഹങ്കരിച്ചാൽ അത് ഗുണം ചെയ്യില്ലെന്ന് UDFനെ ഓർമ്മിപ്പിച്ചു. ചില ലീഗ് അംഗങ്ങളുടെ നിന്ദ്യമായ പെരുമാറ്റം ചൂണ്ടിക്കാട്ടിയാണ് ഇത് പറഞ്ഞത്. 15 മണ്ഡലങ്ങളിൽ ജയിച്ചതിൽ കോൺഗ്രസ് ഊറ്റം കൊള്ളുമ്പോഴും തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ തോൽവിയുടെ രാഷ്ട്രീയ ആഘാതം വോട്ട് കണക്കുകളിലൂടെയാണ് പിണറായി സഭയിൽ അവതരിപ്പിച്ചത്. തോൽവികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന രാഷ്ട്രീയം ആർക്കും അപരിചിതമല്ല. മുന്നേറ്റത്തിൻ്റെ ചരിത്രം നിരവധി നമ്മൾക്ക് മുന്നിലുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജെക്സി തോമസ്, CPIM, വസന്ത് സുരേഖ്, കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ. വസന്ത്, ഇന്ന് നിയമസഭയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സഭാ ചർച്ചകളുടെ തുടർച്ചയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പോൾ UDFൻ്റെ ഇവിടുത്തെ വിജയം 2019 ആവർത്തനമാകുന്ന വിധത്തിലുള്ള നല്ല മികച്ച വിജയം UDFന് കേരളത്തിൽ സംഭവിച്ചു. ആ UDFൻ്റെ വിജയം പരിശോധിച്ചാൽ അത് കോൺഗ്രസ് ധരിക്കുന്നത് പോലെ ഇടതുപക്ഷ വിരോധമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു ധാരണ കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എങ്കിൽ ആ ധാരണയ്ക്കപ്പുറം, ഇടതുപക്ഷ വിരോധത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലേക്ക് ഒരു ബദൽ സർക്കാർ വരുമ്പോൾ അതിൽ കോൺഗ്രസ്സിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട മുൻതൂക്കമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു അനുകൂല മനോഭാവമുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും, അത് തദ്ദേശ ഭരണമാകാം, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകാം, ഈ വോട്ട് പാറ്റേൺ വ്യത്യസ്തമാണ് എന്ന നിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം അങ്ങനെ കാണുന്നേയില്ല. CPIM അല്ലെങ്കിൽ കോൺഗ്രസ് കരുതുന്നത് പോലെ ഒരു ഇടതുപക്ഷ വിരോധമല്ല ഈ ജനവിധിയുടെ കാതലായി LDF കാണുന്നത്. അവർ കാണുന്നത് അങ്ങനെയല്ല, കോൺഗ്രസ് അങ്ങനെ ധരിച്ചാൽ പോലും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വസന്ത്, ഞങ്ങളെ ഉപദേശിക്കുകയായിരുന്നു ശ്രീ ശരത്. അപ്പൊ ഞങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉപദേശിക്കാനും പറയാനുമുള്ള കാര്യങ്ങളൊക്കെ കൂടെ അദ്ദേഹത്തിന് തന്നെ ഘടകകക്ഷിയായ, അതായത് ഇടതു മുന്നണിയിലെ രണ്ടാമനാണ് എന്ന് പറയുന്നത്, എനിക്കറിയില്ല കേരള കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല, അത് അവർ തീരുമാനിക്കട്ടെ, രണ്ടാമനാണ് എന്ന് അവകാശപ്പെടുന്ന CPIക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ നന്നാവും. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഈ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനം ഉയർന്നു വന്നില്ലേ? CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പറഞ്ഞത്? രണ്ടാമതായി നിങ്ങളുടെ തന്നെ ഒന്നാം പിണറായി ഗവൺമെന്റിലെ മിനിസ്റ്ററായിരുന്ന G സുധാകരന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൂടി മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാര്യം കോൺഗ്രസിനെ വിട്ടേക്കൂ. കാര്യം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കക്ഷിയാണ്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം CPIനെ എതിർക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ സ്വാഭാവികമായും നമ്മൾ തമ്മിൽ കേരളത്തിൽ മത്സരം നടക്കുമ്പോൾ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട, ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ.
ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല, മനസ്സിലാവില്ല എന്ന് തന്നെ വസന്ത് അത് പറ്റില്ലല്ലോ, പറ്റില്ലല്ലോ. കാരണം ഇത് നിയമസഭയ്ക്കകത്താണ് വളരെ വിശദമായ ഒരു ചർച്ച ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ നേരിട്ടുണ്ടായത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ അവിടെ ഉയർന്നു വന്ന കാതലായ വിഷയങ്ങൾ ഒരു ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുമ്പോൾ ആ സഭയ്ക്ക് പുറത്തുള്ളവരെ ഉദാഹരിച്ചുകൊണ്ട് വസന്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പൊതുധാരണയെ ഖണ്ഡിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ പരാമർശമാണ് ഞാൻ വെച്ചത് വസന്തിന്റെ മുമ്പിൽ ഈ ചർച്ചയ്ക്കായി. അല്ല, CPI സഭയ്ക്ക് പുറത്താണോ? ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഭരണപ്രതിപക്ഷങ്ങൾ ഈ ജയപരാജയത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പ്രതിപക്ഷത്തിന് എങ്ങനെയാണത് ഒഴിവാക്കി വേറെ സഭയ്ക്ക് പുറത്തെ പരാമർശങ്ങളിലൂടെ മുന്നോട്ട് പോകാനാവുക? വസന്ത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒന്നാം പിണറായി ഗവൺമെന്റ്, അതായത് 3 വർഷം മുമ്പ് നിലനിന്നിരുന്ന ഗവൺമെന്റിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നേതാവാണ് സുധാകരൻ. ആ സുധാകരനെ CPM തള്ളി പറഞ്ഞോ? മോദി ഒരു പവർഫുൾ ലീഡറാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലേ ഉള്ളൂ. അദ്ദേഹത്തെ തള്ളി പറഞ്ഞോ? ഇനി അങ്ങ് പറഞ്ഞു സഭയ്ക്ക് വെളിയിലുള്ളവരെ ഉദാഹരിച്ചാൽ CPI സഭയ്ക്ക് വെളിയിലുള്ള കക്ഷിയാണോ? CPIയുടെ എത്ര MLA പ്രതിപക്ഷത്തല്ലോ ഇന്ന് ആ പ്രസംഗം സർ? രണ്ട് കാര്യങ്ങളുണ്ട് വസന്തിനും സ്വാഭാവികമായത് പറയാം. നിങ്ങൾക്കതൊരു മേൽക്കൈ കിട്ടുന്ന വാചകങ്ങൾ സ്വാഭാവികമായും പറയാം. എനിക്കതിൽ പരാതിയുടെ പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് സ്വാഭാവികമായും ഇതാപ്പുറത്ത് ജയിക്കുണ്ട് അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല. ഇത്തരം കാര്യങ്ങൾ ഉദാഹരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ പൊതുധാരണയെ ഖണ്ഡിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് കോൺഗ്രസിൻ്റേതായിട്ടുള്ളൊരു മറുപടി, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനോടെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ പറഞ്ഞ പോയിന്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചതാണ്. ഒരിക്കലുമില്ല. 1 മിനിറ്റിന് മുമ്പ് അങ്ങ് ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് പറയാൻ പറ്റാതെ പോയത്. ഞാൻ പറഞ്ഞത് ആദ്യം അദ്ദേഹത്തിനുള്ള ഉത്തരമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ, പ്രതിപക്ഷത്തിരിക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം പാളയത്തിലുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് നന്നാവും. CPMന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നിട്ടില്ലേ, അതിനെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. 2, ഞങ്ങളുടെ ഉത്തരം ഇനി ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു ആന്റി ഇൻകൺവൻസിയേ ഇല്ല. ഏത് സംസ്ഥാന സർക്കാരിനെതിരായി അങ്ങനെ ഒരു ആന്റി ഇൻകൺവൻസി ഇല്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ശക്തി പകരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം മത്സരിക്കേണ്ടായിരുന്നല്ലോ. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. അതായത് 4-3 ടോട്ടൽ ഏതാണ് 30-ൽ താഴെ സീറ്റുകളിൽ മത്സരിച്ച CPM, ഇടതില്ലെങ്കിൽ, അതായത് 10% പോലും ഇല്ല അങ്ങനെയുള്ള സീറ്റിൽ മത്സരിച്ച CPM, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞൊരു പ്രചരണ ആയുധമായി മുമ്പോട്ട് പോകുന്നത്. അത് വിജയിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ? ലോക്സഭയ്ക്കുള്ളിൽ തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ? ഒരു ബദൽ സംവിധാനമാകാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ? അത് നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങളുമായി. പക്ഷെ ജനം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ 10 സീറ്റുകളിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും ഈ ആന്റി ഇൻകൺവൻസി കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലേ? മുഖ്യമന്ത്രിയുടെ ബൂത്തിനും ആ ബൂത്തിനോട് അനുബന്ധിച്ചുള്ള ബൂത്തുകളിലുമൊക്കെ ആരാ ലീഡ് ചെയ്തത്? ഇനി ആന്റി ഇൻകൺവൻസി ഇല്ലെങ്കിൽ മിനിമം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെങ്കിലും ഒരു ലീഡ് നില വേണ്ടേ? ലീഡ് നിലയും വേണ്ട, ഒരു സമാസമ വോട്ടെങ്കിലും പിടിക്കണ്ടേ? അതിനും പറ്റിയിട്ടില്ല. 10 സീറ്റുകളിൽ 1 ലക്ഷത്തിലേറെ വോട്ടിൽ, 3 സീറ്റുകളിൽ 2.5 ലക്ഷത്തിന് മുകളിൽ, 2 സീറ്റ്, ഒരു സീറ്റിൽ 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയോട് പറയാണ് നിങ്ങളുടെ വിജയം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നടപ്പോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യൂ. നേരത്തെ AK ബാലനാണോ അതോ LDF കൺവീനറാണോ ആരോ പറഞ്ഞു ഇപ്പൊ മത്സരിച്ചാൽ ഞങ്ങൾ സെഞ്ചുറി അടിക്കും, നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ ആർജവം ഉണ്ടെങ്കിൽ. 100 സീറ്റ് കിട്ടൂല, പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അതിനുള്ള ആർജവം കാണിക്കണ്ടേ? ഇവിടെ വസന്ത് സിറേഖ് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഇടതുപക്ഷ വിരോധത്തിനോട് ഇടതുപക്ഷ എതിർപ്പിനാൽ തന്നെ രൂപപ്പെട്ട ജനവിധിയാണ് എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇതുപോലെ ഇടതുപക്ഷം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്ത്, അല്ലെങ്കിൽ എവിടെയായാലും പാർലമെൻറ്റിൽ ഇടതുപക്ഷം ഉണ്ടാകണം എന്നൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനെ ജനം തിരസ്കരിച്ചു എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരായ ജനവിധിയായി കാണുന്നത്. അതുപോലെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉദാഹരിക്കാൻ കണ്ണൂരിലെ മണ്ഡലങ്ങളിലേക്ക് പോയി, മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലേക്ക് പോയി. ഈ രൂപത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു മനോഭാവം, അടിസ്ഥാനപരമായ മനോഭാവം ഈ വിധി 2 പാറ്റേൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ധരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായ CPIM നയിക്കുന്ന LDFനെതിരായ വിധിയെഴുത്താണ്, ആ വിരോധം, ആ എതിർപ്പ് ഇതിൽ പ്രകടമാണ് എന്നുള്ള മനോഭാവം തന്നെയാണ് കോൺഗ്രസിൻ്റെ. വസന്തിൻ്റെ വാചകത്തിൽ താങ്കളത് ശ്രദ്ധിച്ചല്ലോ. മറുപടി. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ
കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിധി മുൻകാല ചരിത്രത്തോട് എല്ലായ്പ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമല്ല. അതെന്തുകൊണ്ടെന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണുകളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുമ്പോഴും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവപൂർണമായി മതനിരപേക്ഷവാദികൾ, അത് ഇടതുപക്ഷമായാലും ഇടതുപക്ഷത്തോട് തീർത്താൽ തീരാത്ത വിയോജിപ്പുള്ള മറ്റേതു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരായാലും നമ്മൾ മതനിരപേക്ഷവാദികൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ വിധിയെ ചർച്ച ചെയ്യുന്നത് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു വേലിയേറ്റമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ്. ഇതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നത് ഇടതുപക്ഷം മാത്രമല്ല, മതനിരപേക്ഷവാദികൾ എന്ന് പൊതുവിൽ കേരളത്തിൽ അവകാശപ്പെടുന്ന കോൺഗ്രസും ഒക്കെ ചേർന്ന് നമ്മൾ വർഗീയതയെ എങ്ങനെ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാം, എങ്ങനെ വർഗീയതയുടെ അവസാനത്തെ കണ്ണിയും കേരളത്തിൽ നിന്ന് വേരറ്റ് നിർത്തും വിധം അവസാനിപ്പിക്കാൻ കഴിയും, ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കം. ഒരൊറ്റ വാചകത്തിൽ നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ അങ്ങ് നോക്കൂ, ഈ നമ്മുടെ ഈ ചർച്ച ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരടക്കം ചിന്തിക്കേണ്ടത് എത്രയോ ദുർബലമായ ഒരു വാദഗതിയാണ് നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ഉയർത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളെ ഒന്നും ഉപദേശിക്കേണ്ട. ഇന്ന് മുഖ്യമന്ത്രി തന്നെ വിജയം മത്ത് പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മത്ത് പിടിച്ച വിജയത്തെ തുടർന്ന് അപ്പുറത്തിരിക്കുന്ന ഭരണമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനപ്രാതിനിധ്യ സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ച് നടത്തിയ പ്രയോഗം, പിൻവലിക്കപ്പെട്ട പട്ടിപ്രയോഗത്തൊക്കെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ചർച്ചയിൽ വന്നിരിക്കുന്ന ചില ആളുകളുടെ കോലാഹലം കേൾക്കുമ്പോൾ വിജയത്തിന്റെ ലഹരി ആരെയെങ്കിലും മത്ത് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും സംശയവും ന്യായമായും പ്രബലമായും അതുള്ളതാണ് എന്ന് അംഗീകരിക്കേണ്ടതായി വരും. അദ്ദേഹം പറയുകയാണ്, CPIയുടെ സംസ്ഥാന കൗൺസിലോ ജില്ലാ കൗൺസിലോ ഒക്കെ ചർച്ച ചെയ്തിരിക്കുന്നത് പോലും കോൺഗ്രസ് നേതാവിന് എന്തു മുതലാണ് CPIയുടെ ആഫീസിൽ ജോലി കിട്ടിയത്? അങ്ങേക്ക് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ജോലിയുണ്ടോ? അങ്ങേക്ക് CPIയുടെ ജില്ലാ കൗൺസിലിൽ ജോലിയുണ്ടോ? കോൺഗ്രസിന്റെ ആഫീസിൽ നിന്നും താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ണം രുചിച്ച് എടുക്കുന്ന മാധ്യമങ്ങൾ ഇതേപോലെ കള്ളവാർത്ത ചെയ്യുന്നുണ്ടാകും. CPIയുടെ ഏതെങ്കിലും ഒരു നേതാവ് സംസ്ഥാന വക്താവായി, അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. കോൺഗ്രസിനെ പോലെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ 1000 നേതാക്കന്മാരില്ല. CPIയുടെ നിലപാട് പറയേണ്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നിട്ട് മറ്റേവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയല്ലേ? ഇതൊക്കെയാണ് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത്. കോൺഗ്രസ് നേതാവെ, നമുക്ക് രണ്ടുപേർക്കും ഗൗരവപൂർണ്ണമായി ചർച്ച ചെയ്യാൻ മാത്രം പ്രാധാന്യമുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അങ്ങനെ അങ്ങയുടെ അതേ നിലവാരത്തിൽ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചാലോ? BJP ജയിച്ച നമ്മളൊക്കെ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു മണ്ഡലമില്ലേ, തൃശ്ശൂർ മണ്ഡലം. ആ തൃശ്ശൂർ മണ്ഡലത്തിലെ DCC ആഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? DCC പ്രസിഡന്റും UDFന്റെ ചെയർമാനും അടിച്ച് പല്ലടിച്ച് കൊഴിക്കുകയല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ട്. അങ്ങേ അത് കാണുന്നില്ലേ? എനിക്ക് വേണമെങ്കിൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറയാലോ, BJPയെ ജയിപ്പിച്ചു വിട്ടതിന്റെ ഭാഗമായി തൃശ്ശൂര് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ സാമൂഹ്യ മാധ്യമത്തിലല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ നൽകിയ കള്ളവാർത്തയുടെ പേരിലല്ല, സദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും വിധം അടിച്ച് പല്ലടിച്ച് കൊഴിക്കുകയല്ലേ. നീയല്ലേ BJPക്ക് വോട്ട് കൊടുത്തത്? നീയല്ലേ BJPക്ക് വോട്ട് കൊടുത്തത്? ഇങ്ങനെ ചോദിച്ച് പരസ്പരം തല്ലുകൂടുകയല്ലേ? എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് ആഹ്ലാദിക്കാമല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഇരുത്താമല്ലോ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മളൊക്കെ ഗൗരവപൂർണ്ണമായി ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിധി ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് മാത്രം ഏറ്റ തെരഞ്ഞെടുപ്പ് വിധിയായി കാണാൻ ശ്രമിച്ചാൽ അത് ആ ജനവിധിയോട് കാണിക്കുന്ന മാപ്പറിയിക്കാത്ത ക്രൂരതയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമായിട്ടുള്ള CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രണ്ടുപേരും പറഞ്ഞത് എന്താണ്? ഈ ജനവിധിയെ ഞങ്ങൾ വിനയാനുത്തരായി സ്വീകരിക്കുന്നു. ഏതു കാലയളവിലും ഏത് ജനവിധിയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ 99 സീറ്റിൽ ഇത്ര വലിയ പരാജയത്തിന് ശേഷം വിജയിക്കുമ്പോൾ ഇവിടെ നിയമസഭയിൽ വന്നിരുന്നിട്ട് വിജയത്തിന്റെ ആഹ്ലാദം മൂത്ത് മത്ത് പിടിച്ച് കോൺഗ്രസ്സുകാരെ നോക്കി നായ്ക്കുട്ടികളോട് ഭൂമിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതൊന്നും ആയിരുന്നില്ല. പരാജയപ്പെട്ടപ്പോഴും വിജയപ്പെട്ടപ്പോഴും പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികച്ച നിലയിൽ മുമ്പോട്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോഴൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ തെറ്റുതിരുത്തേണ്ടതുണ്ടോ? തെറ്റുതിരുത്തും. അത് ഏതൊക്കെ മേഖലകളിൽ? ജനങ്ങളോട് ഇടപെടുന്നതിൽ, ഭരണപരമായ മേഖലകളിൽ എവിടെയെങ്കിലും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുതിരുത്തി കൂടുതൽ വിനയാനുത്തരായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ ഞങ്ങളുടെ പരിമിതികളോട് കൂടെ ആ തെറ്റിദ്ധാരണയെ മായ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഞങ്ങൾ മുഴുകും. വർഗീയതയുടെ വേരോട്ടത്തെ തടഞ്ഞു നിർത്താനും വർഗീയതയുടെ വളർച്ചയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനുമുള്ള ശ്രമങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഗൗരവപൂർണ്ണമായി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആകെ ഉത്തരവാദി ഒരു ഒറ്റ മനുഷ്യനാണ്. അയാളെ ഇപ്പൊ തന്നെ പുറത്താക്കണം, അയാളുടെ ധാർഷ്ട്യമാണ്, അയാളെ ഇപ്പൊ തന്നെ റദ്ദു ചെയ്യണമെന്നൊക്കെ വെച്ചാൽ അത് നടപടികളുടെ കാര്യമാണോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചാലോ
നമുക്ക് സമീപത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വരത്തില്ലേ? കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം നേടിയ കർണാടകയിലേക്ക് പോകേണ്ട വരത്തില്ലേ? തെലങ്കാനയിലേക്ക് പോകേണ്ട വരത്തില്ലേ? ആന്ധ്രയിലേക്ക് പോകേണ്ട വരത്തില്ലേ? ഹിമാചൽ പ്രദേശിലേക്ക് പോകേണ്ട വരത്തില്ലേ? സമ്പൂജിതരായി മാറിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവിടെ DK ശിവകുമാറിന്റെ സഹോദരൻ മത്സരിച്ച് പരാജയപ്പെട്ടു. DK ശിവകുമാറാണ് ഇന്ത്യ കണ്ട ഏറ്റവും ധാർഷ്ട്യമുള്ള മനുഷ്യൻ എന്ന് ഞാനങ്ങ് പ്രസ്താവിച്ചാലോ എന്ത് ചെയ്യും? അപ്പൊ അതൊന്നും ഒരു മര്യാദയോടുകൂടെയുള്ള ചർച്ചയുടെ ഭാഗമല്ല. അങ്ങ് ഗൗരവപൂർണമായി ഈ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശത്തെ ഉൾക്കൊണ്ട് ആത്മവിമർശന സ്വഭാവത്തോടു കൂടെയുള്ള ചർച്ച നയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക്. ലാൽ, ഇത് നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF-നോടുള്ള രാഷ്ട്രീയ മറുപടിയുണ്ട് മുഖ്യമന്ത്രിയുടേതായിട്ട്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞ തുടക്കത്തിൽ കാട്ടിയതുപോലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ വലിയ പരാജയം ഏറ്റുവാങ്ങിയവരോട് അത് പറയുമോ, ആ ഉപദേശം നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിനോട് രാഷ്ട്രീയമായി മറുപടി പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു ഭാഗത്ത് കണ്ടു. അതേസമയം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇടയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം CPIM വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്ന നിലയിലുള്ള ഇപ്പോൾ അധികം ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്തെ ഉദാഹരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൽ നിന്നൊരു പരാമർശം അദ്ദേഹത്തിലേക്ക് വന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് എല്ലാ വശങ്ങളും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി തന്നെ CPIM പരിശോധിക്കും, LDF ആ നിലയിൽ വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകും എന്ന മറ്റൊരു വിശദീകരണവും മുഖ്യമന്ത്രിയുടേതായ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാൽകുമാർ മനസ്സിലാക്കുന്നത് എന്താണ്, ധരിക്കുന്നത് എന്താണ്? ഈ പരാജയത്തെ രാഷ്ട്രീയമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ അതേസമയം തന്നെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും അതിൻ്റെ ഗൗരവമായ ആഴങ്ങളിലേക്ക്, സൂക്ഷ്മതയിലേക്ക് പോയി പരിശോധിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയെയോ മുന്നണിയെയോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ, വിശദീകരണത്തിലൂടെ ലാൽ കാണുന്നുണ്ടോ? നോക്കൂ, ഇവിടെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് BJP ഒരു സീറ്റ് പിടിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഉത്തരം. അതെ, അതിൻ്റെ ഉത്തരം പ്രകടമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നൊരു കാര്യമാണ്, അതിനകത്ത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. BJP ഒരു സീറ്റ് പിടിക്കുന്നു. ഇതും നമ്മുടെ BJP-യുടെ വളർച്ചയും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അണ്ടർലൈനിങ് ഫാക്റ്റ്. കാര്യം, കേരള സമൂഹത്തിന് മൊത്തത്തിൽ BJP-യെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. പൊതുസമൂഹം പൊതുവെ BJP വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്പ്ലിസിറ്റാണ്. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ BJP-ക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് ഞാനൊരു കണക്ക് വെച്ച് ഞാൻ പറയാം. നോക്കൂ, ഇപ്പം പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈ പ്രാവശ്യം 15 കിട്ടിയാൽ അടുത്ത പ്രാവശ്യം 16 ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസസ് വരും. അത് തിരിച്ച് 15-ലേക്ക് വരും. ഇതൊക്കെ വളരെ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന കാര്യമാണ്. പക്ഷേ സംസ്ഥാനത്തെ ഭരണത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പോളിസി മാറ്റേഴ്സിൽ ഇടപാട് അല്ലെങ്കിൽ ഇടപെടൽ നടത്തത്തക്ക രീതിയിലുള്ള ഒരു പാർട്ടിയായി മാറുന്നിടത്താണ് അതിനൊരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് അല്ലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള തുടക്കം യഥാർത്ഥത്തിൽ BJP-ക്ക് കിട്ടിയത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ നിയമം തിരഞ്ഞെടുപ്പിലാണ്. അതിന് നമ്മൾ ക്രിട്ടിക്കൽ നമ്പർ എന്ന് ബേസിക്കലി പറയും. എന്നുവെച്ചാൽ ക്രിട്ടിക്കൽ മിനിമം ഫോർ എ പാർട്ടി ടു ഗ്രോ ഇൻ എ സ്റ്റേറ്റ്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് സീറ്റ് കിട്ടിയാൽ ഒക്കത്തില്ല, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ജയിച്ചാൽ ഒക്കത്തില്ല, 2 ജില്ലാ പഞ്ചായത്ത് ജയിച്ചാൽ ഒക്കത്തില്ല. അപ്പം അതിന് മേളിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ഗ്രോത്തിൻ്റെ ക്രിട്ടിക്കൽ മിനിമം നമ്പറാണ്. ആ ക്രിട്ടിക്കൽ മിനിമം നമ്പർ അവർ നിയമത്ത് നേടിയിരുന്നു. ആ നിയമത്ത് നേടിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നുള്ളത് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ BJP-ക്ക് ആദ്യം കിട്ടിയ പ്ലാറ്റ്ഫോം അവർ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ചെയ്തത്. അവരായിട്ട് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തില്ല. അവർ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം അവരങ്ങ് ഹൈജാക്ക് ചെയ്തു, അല്ലേ? അതല്ലേ സംഭവിച്ചത്? അതുപോലെ അടുത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കൂ, താമര അടയാളത്തിൽ ഒരു ഇലക്ഷൻ അവർ ജയിച്ചിട്ടില്ല. നിയമസഭയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനൊരു കാര്യം നമ്മൾ അങ്ങോട്ട് പറയുമ്പം കോൺഗ്രസിന് മറുപടിയില്ല, അതൊരിക്കലും ഒരു മിണ്ടത്തേയില്ല. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്ത് നോക്കൂ.
ആ ക്രിട്ടിക്കൽ മിനിമത്തിലേക്ക് എത്താൻ ഇപ്പം സുനിൽകുമാർ അവിടെ BJP സ്ഥാനാർത്ഥി വരുമ്പം സുനിൽകുമാർ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നു. സുനിൽകുമാറിൻ്റെ പെർഫോമൻസ് മോശമൊന്നുമല്ല, അദ്ദേഹത്തിന് വോട്ട് കൂടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? ആ ക്രിട്ടിക്കൽ മിനിമം നമ്പറിലേക്ക് അല്ല പാർലമെൻറ്റിൻ്റെ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ മിനിമം എത്താനുള്ള ആദ്യത്തെ സീറ്റ് അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസ് അവിടെ നടത്തി. നോക്കൂ, യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ വെളിയിൽ വന്ന് നമ്മളോട് പറയുന്നത് എന്താണ്? യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നത് പ്രതാപനും കൂട്ടരും തോപ്പിച്ചു എന്നല്ലേ പറയുന്നത്. പിണറായി വിജയൻ തോപ്പിച്ചു എന്നല്ലല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾ പറയുന്നത്. ഈ പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ്റെ മൗനം, അദ്ദേഹം പൊതുരംഗത്തു നിന്ന് വിട്ടുനിൽക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ പുത്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് നിർത്തുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകേണ്ടി വരുന്നു. അത് CPM-നോടുള്ള വൈരാഗ്യം കൊണ്ടല്ലല്ലോ അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തി അകത്തേക്ക് പോകുന്നത്, അല്ല വീടിനകത്തേക്ക് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനകത്തെ സമുന്നതനായ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകളെ BJP കൊണ്ടുപോകുന്നു. നമ്മൾ കണ്ടില്ലേ അത്? എന്നിട്ട് കെ കരുണാകരൻ്റെ മോൾ അപ്പുറത്തിരുന്ന് ഇപ്പുറത്തോട്ട് പണിയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം, വ്യക്തിപരം. പക്ഷേ എൻ്റെ പോയിന്റ്, ആ ക്രിട്ടിക്കൽ മിനിമത്തിലേക്ക് എത്താൻ BJP എപ്പോഴും സഹായിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. 2, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, BJP സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം പ്രബലൻ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഐഡിയോളജിക്കലി BJPക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. നോക്കൂ, രാജ്യം മൊത്തം BJP ഭരിക്കുമ്പോഴും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ പാടുപെടുന്ന BJPയെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു രാഷ്ട്രീയമായി നമ്മൾ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അവിടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഇടപെടരുത്, അല്ലെങ്കിൽ ഇതായി പോകും. അത് BJPക്ക് അനുകൂലമായിട്ട് വരാം, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വരാം, CPM-ന് അനുകൂലമായിട്ട് വരാം. പക്ഷേ ഒരു കാരണവശാലും BJP അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് സംസ്ഥാനം എടുക്കത്തില്ല. ആ മനസ്സുള്ള ഒരു സമൂഹം യഥാർത്ഥത്തിൽ രാജ്യം മൊത്തം BJP ഭരിക്കാൻ പോകുന്നു, ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ നോക്കൂ, BJP വന്നു കഴിഞ്ഞ് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ നാഷണൽ പൊളിറ്റിക്സിലേക്ക് നോക്കുമ്പം ഈ പറയുന്ന ഒരു നാഷണൽ ലെവലിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടത്താനുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പർ CPM-നില്ല. അത് ഒരു സംശയവും ഇല്ല, കാര്യത്തിലില്ല. നമ്മളത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവർ നോക്കുമ്പം അവർ ഞാനത് ഒരു അവസാനിപ്പിക്കട്ടെ, ഒരു പോയിന്റ് പറയാനുണ്ട്. ഓക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല ഞാൻ അടുത്ത സ്റ്റേജിൽ പറഞ്ഞോളാം, കുഴപ്പമില്ല. അടുത്ത സ്റ്റേജിൽ പറഞ്ഞു. ശരി, ഞാൻ വസന്തിലേക്ക് വരാം. ശരി ലാൽ, ഞാൻ അടുത്ത റൗണ്ടിൽ അതിലേക്ക് വരാം. വസന്ത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ലാല് പറഞ്ഞു നിർത്തിയത് വളരെ പ്രധാനം. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മികച്ച വിജയമെന്ന് LDF നേടുമ്പോഴും കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് നേമത്തെ BJPയുടെ സീറ്റാണ്, താമര വിരിഞ്ഞു എന്നുള്ളതാണ്. അതേ സാഹചര്യത്തിലാണ് കേരളം ഇന്നും നിൽക്കുന്നത്. തൃശ്ശൂരിലെ BJPയുടെ വിജയം എന്നുള്ളത് ഇതാ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകുന്ന നിലയിൽ സുരേഷ് ഗോപി നിൽക്കുകയാണ്. അത് വലിയ ചർച്ചയാകുന്നൊരു സാഹചര്യം. അത് കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറി ഏത് നിലയിലാണ് എന്നറിയാം. ഞാനതൊന്നും ആവർത്തിക്കും, നേരത്തെ പറഞ്ഞ ഒരു ഗൗരവമായ രാഷ്ട്രീയം നിൽക്കുകയാണ്. ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളുടെ 15 സീറ്റുകളിലെ വിജയത്തിനും അപ്പുറം ഏറ്റവും ഗൗരവമായി കോൺഗ്രസിനെ ഉലയ്ക്കുന്ന പ്രശ്നമായി അത് നിൽക്കുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഇന്ന് സഭയിൽ വരികയുണ്ടായി. ഞാനതാണ് പറഞ്ഞത്, ഇത് നമ്മൾ സഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. അതായത് അവിടെ നോക്കിയാലറിയാം, 4,14,000 വോട്ട് വരെ കോൺഗ്രസിന്, UDFന്, TN പ്രതാപന് ഏറ്റവും വലിയ കണക്കതാണ് വോട്ട് സമാഹരണത്തിൻ്റേത്. ഏറ്റവും കുറഞ്ഞത് KP ധനപാലനാണ്, 3,50,000. ഇത്തവണ അതിലും താഴെ പോയി 3,27,000 അങ്ങനെ എന്തോ ഒരു കണക്കിലേക്കാണ് പോയിട്ടുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും. ഇപ്പോൾ ഉദാഹരണം ഒല്ലൂർ 63,000 നിന്ന് 47,000, തൃശ്ശൂർ 55,000 നിന്ന് 40,000, നാട്ടിക 52,000 നിന്ന് 38,000 ഇങ്ങനെ കുറയുന്നു. അവിടെ ആ മണ്ഡലത്തിൽ, കാരണം അത് BJPയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് ആ മണ്ഡലം സൂക്ഷ്മ രാഷ്ട്രീയ വിശകലനത്തിന് വിധേയമാകുന്നു. വസന്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതേ മണ്ഡലത്തിൽ LDFൻ്റെ ഈ പറഞ്ഞ ഒല്ലൂർ അടക്കം വോട്ട് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. മണലൂരാവട്ടെ, ഗുരുവായൂരാകട്ടെ വോട്ട് കൂടി. പക്ഷേ വിജയത്തിലേക്ക് അത് എത്തിക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ലക്ഷത്തിനടുത്ത് ചോരുന്നു. അത് അതേ ഭൂരിപക്ഷത്തോടു കൂടി BJPയുടെ വിജയത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു. ഗൗരവമായ പ്രശ്നമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ കോൺഗ്രസ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നത് പ്രധാനമല്ലേ? അല്ല, വളരെ കൃത്യമായ എൻ്റെ ഉത്തരമുണ്ട്. അതിനു മുമ്പ് അങ്ങേ ഞാൻ തിരുത്തിയാണ്. 15 സീറ്റല്ല ശ്രീ ശരത്, UDF ജയിച്ചത് 18 സീറ്റുകളിലാണ്. അങ്ങയുടെ അറിവിലേക്ക് വീണ്ടും പറയുന്നു, 18 സീറ്റുകളിലാണ്
വസന്ത്, 2019 കോൺഗ്രസിന് ഞങ്ങൾ എത്രയാണ്? ജയിച്ചത് 18 സീറ്റുകൾ. എന്താണ് വസന്ത്? കാരണം- കോൺഗ്രസ് എത്രയാണ്? എത്ര സീറ്റിലാണ് ജയിച്ചത്? കോൺഗ്രസ് അല്ലല്ലോ, UDF ഏ, ആയിട്ടല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. എല്ലായിടത്തും UDF സ്ഥാനാർത്ഥി ഇത് എന്നാണ്. തർക്കിക്കാനല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ 15 അല്ലല്ല. സീറ്റിലെ വിജയങ്ങളുടെ തിളക്കത്തിനും അപ്പുറം എന്നാണ് ഞാൻ പറഞ്ഞത്. 15 കോൺഗ്രസ്, RSP 1, ജോസഫ് ഗ്രൂപ്പ് 1, ലീഗ് 2. ഇത് അറിയാത്തല്ല, അറിയാതെ പറഞ്ഞൊന്നുമല്ല. 18 സീറ്റിന് 18 അങ്ങനെയാണ്. ഞാൻ കോൺഗ്രസിന്റെ 15 എന്നാണ് വസന്ത് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറയാം, പക്ഷെ ഞാൻ പറഞ്ഞത് 15 കോൺഗ്രസ് എന്നാണെന്നേ. താങ്കളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ 18 സീറ്റിൽ ജയിച്ചു, അത് UDF ആണ്. 20 സീറ്റിലും ഞങ്ങൾ മത്സരിച്ചത് UDF എന്താണ് വസന്ത്? ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളുടെ 15 സീറ്റ് എന്നിട്ട് കോൺഗ്രസ് ആണെന്നേ. എനിക്കായിട്ട് തിരുത്താൻ പറ്റുമോ UDFന്റെ ആകെ സീറ്റുകൾ? നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു പിടിവാശിയിലേക്ക് പോകുന്നത്? പറഞ്ഞത് കൃത്യമാണ്. 15 കോൺഗ്രസ്സുകാർ ജയിച്ചതിന് അപ്പുറത്തേക്കുള്ള ആഘാതം തൃശ്ശൂരിലെ ഒറ്റ തോൽവിയിൽ നിന്ന് ഞാൻ പറഞ്ഞോളൂ. ആയിക്കോളൂ, പറഞ്ഞോളൂ. കേക്ക് പറയട്ടെ. അപ്പൊ 18 സീറ്റുകളെയും ഞങ്ങളാണ് ജയിച്ചത്. 2019 അങ്ങനെയായിരുന്നു. എനിക്ക് തിരുത്താൻ പറ്റുമോ? ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഒരു MP വരുന്നു. ആ പ്രശ്നം തീർന്നു. ഇനി നിങ്ങൾ പറയുന്നത് ഈ ട്രെൻഡിന്റെ ഏതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഇലക്ഷനെ പഠിക്കുന്നവർ എല്ലാവരും തന്നെ, ശ്രീ ലാൽകുമാർ അതിൽ എന്നോട് വിയോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങ് വിയോജിച്ചാൽ പോലും റീസെന്റ് തെരഞ്ഞെടുപ്പ്, ലാസ്റ്റ് റീസെന്റ് തെരഞ്ഞെടുപ്പ് ഏതാണോ അതുമായി ബന്ധപ്പെട്ടാണ് പരിഹരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും അവസാനം നമുക്ക് എടുക്കാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ മണ്ഡലങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ CPMന്റെ വോട്ട് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1.5 ലക്ഷത്തിന്റെ കുറവുണ്ട്. അതെന്താ, നിങ്ങൾക്ക് പഠിക്കണ്ടേ? ആ കുറവില്ലേ? അതിനെപ്പറ്റി അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ 2019 ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിയമസഭയിൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലെന്ന് പറയുമോ? അപ്പൊ നിയമസഭയിൽ കിട്ടിയതാണ് ഏറ്റവും റീസെന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അറ്റ് ഹാൻഡ് ഉള്ള എക്സാമ്പിൾ. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങളുടെ 1.5 ലക്ഷം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കണ്ടേ? BJP ജയിച്ചത് തീർച്ചയായും അപകടകരമാണ്. അതിനെ എതിർത്തേ മതിയാകൂ. ഭാവിയിൽ അതുണ്ടാവാത്ത രീതിയിൽ കൃത്യമായ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോയേ മതിയാകൂ എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. അവിടെ BJP ജയിച്ചതിൽ വോട്ടിംഗ് പാറ്റേണിന്റെ മാത്രം പ്രശ്നങ്ങളാണ് ഉള്ളത്. അവിടെ അവിടുത്തെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ആ മേഖലകളിലൊക്കെ BJP നടത്തിയ മുന്നേറ്റം അങ്ങ് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് മുതലെടുക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി നടത്തിയ പ്രശ്നങ്ങളില്ലേ? അപ്പൊ CPMന്റെ കയ്യിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. 2, നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു. അതിനുള്ള ഏറ്റവും വലിയ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 1 ലക്ഷത്തിലേറെ വോട്ടുകളിൽ 10 മണ്ഡലങ്ങളിൽ ജയിച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തോടുകൂടി പാതിയിലേറെ സീറ്റുകളിൽ ജയിച്ചു നിൽക്കുക? പാതിയിലേറെ സീറ്റുകളിൽ മത്സരിച്ചതിൽ പാതിയിലേറെ സീറ്റുകളിൽ ഞങ്ങൾ 1 ലക്ഷത്തിലേറെ ലീഡിലാണ് നിൽക്കുന്നത്. അത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഇവിടെ 10% വോട്ട് തൃശ്ശൂരിൽ നിങ്ങൾക്ക് കുറയുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായും ചെയ്തു എന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ സംസാരിച്ചത്. വസന്ത്, അത് പറഞ്ഞ് ലോക്ക് ചെയ്തോളൂ, അത് പറഞ്ഞു തീർത്തോളൂ. ശ്രീ ശരത്, അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞത് 2019 ബേസ് ഇയർ ആക്കുമ്പോഴാണല്ലോ. ആണല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇന്ന് സഭയിലെ മുഖ്യമന്ത്രിയുടെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പല വാദവും പറയല്ലോ. അദ്ദേഹം തോറ്റിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഘടകകക്ഷി നേതാക്കളും CPMലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് അങ്ങനെ പലതും പറയാം. അദ്ദേഹത്തിനുള്ള മറുപടി വസന്ത് പറഞ്ഞ തൃശ്ശൂരിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ UDFന്റെ വാദമുണ്ട്, കോൺഗ്രസിന്റെ UDFന്റെയും വാദമുണ്ട്. എന്താണ് CPIMന്റെയും താങ്കളുടെയും ഈ ചർച്ചയിലുള്ള മറുപടി? ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മുടെ ആദരണീയനായ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് ഇന്നത്തെ നിയമസഭയിൽ ആദരണീയനായ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയിട്ടുള്ള പരസ്പര വാദങ്ങൾ, അവരുടെ ആ സംവാദങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ ഇത്ര വലിയ വിവരക്കേട് പറയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണ്, പഠിച്ചു പറയുന്നു എന്ന് അവകാശപ്പെടാറുള്ള പ്രതിപക്ഷ നേതാവ്, പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പഠിച്ചു പറയുന്നു എന്ന് അവകാശപ്പെടാറുള്ള പ്രതിപക്ഷ നേതാവ് പോലും ഈ വാദം പറഞ്ഞിട്ടില്ല.
2019 കുറിച്ച് പറയുമ്പോൾ 2021 കുറിച്ച് നിങ്ങൾ പറയൂ എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതായ എന്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം പകരം എന്താണ് ചെയ്തത്? പകരം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണിൽ സംഘപരിവാരത്തിന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടോ അതുകൂടെ പരിശോധിക്കില്ലേ? ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായിരുന്നു അത്. അപ്പൊ മുഖ്യമന്ത്രി നൽകിയ രാഷ്ട്രീയ പക്വത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൽകിയ മറുപടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് 2021 നിയമസഭ നോക്കൂ. ആ നിയമസഭ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭ നോക്കിയാൽ കേരളത്തിൽ 99 സീറ്റിൽ ഞങ്ങളല്ലേ മുമ്പ്. ആ നിയമസഭ ആനദണ്ഡമാക്കിയിട്ടാണോ നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്? പക്വതയുള്ള കോൺഗ്രസ്സുകാർ പോലും, അങ്ങനെ അപൂർവമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, പക്ഷെ പക്വതയുള്ള കോൺഗ്രസ്സുകാർ പോലും അങ്ങനെ ഒരു വാദം ഉയർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സഹപാനലിസ്റ്റ് അങ്ങനെ പറയുകയാണ്. ഇനി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇന്ന് റവന്യൂ മന്ത്രി അത്തരം അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ധനപാലൻ മത്സരിച്ചപ്പോൾ, മറ്റു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ മത്സരിച്ചപ്പോൾ, വിജയിച്ചപ്പോൾ ലഭിച്ച ലക്ഷക്കണക്കിന് വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം, കോൺഗ്രസിന് മണ്ഡലത്തിലാകെ നേടിയെടുക്കാൻ കഴിഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം, ആ വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയർത്തിയത്. ആ ചോദ്യത്തിന് മുമ്പിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പയ്യന്നൂരിനെയും തലശ്ശേരിയെയും തൃക്കരിപ്പൂരിനെയും ഒക്കെ കുറിച്ച് മറുപടി പറയുകയായിരുന്നു. ആ മറുപടി ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ല. അതൊക്കെ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും വർഗീയതയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അല്പമായ മുന്നേറ്റത്തെ ഗൗരവത്തോടുകൂടെ പഠിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ കരുത്തോടുകൂടെ ഇറങ്ങി ആ വളർച്ചയെ റദ്ദ് ചെയ്യാനുള്ള രാഷ്ട്രീയ പക്വതയാണ് നമ്മൾ എല്ലാവരും പ്രകടിപ്പിക്കേണ്ടത്. അവിടെ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ 2021 ഒല്ലൂരിൽ അല്ലെ 2021 നിയമസഭയിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടിയില്ലേ, നിങ്ങളല്ലേ പോയത്, അങ്ങനെ പറയാൻ സാധിക്കുമോ? പക്വതയുള്ള ആളുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം. കാരണം അങ്ങയുടെ മുതിർന്ന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അത്തരം ഒരു പ്രതിവാദം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രഭാഷണത്തോട്, അദ്ദേഹം ഉയർത്തിയ സംവാദധാരയോട് അത്തരം ഒരു സമീപനം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും, മുതിർന്ന നേതാക്കന്മാർ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഇവിടെ ലാല്, തൃശ്ശൂരിൻ്റെ വോട്ടിംഗ് പാറ്റേൺ കൂടി പ്രത്യേകമായി ഇന്നത്തെ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ലാല് ശ്രദ്ധിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞത് കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും അധികം വോട്ട് അവിടെ സമാഹരിച്ചതിനെക്കുറിച്ചാണ്. അത് TN പ്രതാപനാണ്. ഏറ്റവും കുറച്ച് KP ധനപാലനാണ്. പക്ഷേ അതിലും താഴേക്ക് പോയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അറിയാം. ശക്തമായ ത്രികോണ മത്സരം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള വരവ് നടന്ന മത്സരം, അതുപോലെ തന്നെ 2019 ഫാക്ടേഴ്സ് 2024 ഇല്ലെന്ന് പറയുമ്പോഴും ആ രാഹുൽ ഫാക്ടറും കോൺഗ്രസ് കേന്ദ്രത്തിൽ കൂടുതൽ മെച്ചപ്പെടണമെന്ന കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിന്തയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് ജനവിധിയിൽ. അങ്ങനെയല്ല എന്ന് ഇടതുപക്ഷം പ്രചരണ ഘട്ടത്തിൽ ഒരു നിലപാടെടുത്ത് രാഷ്ട്രീയം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജനം സ്വീകരിച്ചത് മറ്റൊരു തരത്തിലാണ്. ഈ ഒരു ഗൗരവമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ അടിസ്ഥാനപരമായി താരതമ്യം ചെയ്യേണ്ടത് ഏതാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിച്ചത് കേട്ടല്ലോ. മാത്രവുമല്ല നിരവധിയായ കണക്കുകൾ, ഞാനത് പിന്നാലെ പറയാം, നിരവധിയായ കണക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അങ്ങനൊരു ശാസ്ത്രീയമായ വിലയിരുത്തൽ ശക്തമായിരിക്കെ വസന്ത് പറയുന്നത് പോലെ വിലയിരുത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് തൊട്ട് ഇപ്പുറത്ത് വരുന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുകയാണോ വേണ്ടത്? 19ഉം 24ഉം തമ്മിലാണോ താരതമ്യം ചെയ്യേണ്ടത്? BJPയുടെ വരവും അതിനെ പ്രതിരോധിക്കുക എന്നൊരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എങ്കിൽ കോൺഗ്രസ് ഏതാണ് അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് സഭയിൽ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് നേരത്തെ ജയ്ക്ക് പറയുകയും ചെയ്തല്ലോ അല്ലേ? അല്ല, ഇവിടെ നോക്കൂ, ഏത് ബേസ് ലൈൻ ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ഏത് ബേസ് ലൈൻ ആക്കുന്നു എന്നുള്ളതിനൊന്നും പ്രാധാന്യമില്ല. വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ബേസ് ലൈൻ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? തൃശ്ശൂരിൻ്റെ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം വോട്ട് കുറഞ്ഞു എന്നുള്ളതല്ലേ പറയുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം ഒരു സമൂഹം ഇമോഷണലി നിൽക്കുന്ന ഒരു സർചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരവസരം രാജ്യത്തുണ്ടാകുന്നു. ആ രാജ്യത്ത് ഇപ്പം പറഞ്ഞ പോലെ കോൺഗ്രസിനെ അധികാരത്തിൽ ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുക, 120 സീറ്റ് കിട്ടുക. നമ്മൾ കാണുന്നത് രാജ്യത്തെ UP എന്ന് പറയുന്ന BJPയുടെ സിറ്റഡലായ സ്ഥലമാണ്. BJP എന്ന് പറഞ്ഞാൽ BJP തന്നെ പ്രതീക്ഷിച്ചിരുന്നത് 73ഉം 74ഉം സീറ്റുകളാണ് പ്രതീക്ഷിച്ചത്. അതിൽ നിന്ന് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ BJP സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് അവർക്ക് വല്ലാത്ത രീതിയിൽ താഴെ പോയി. അതാണ് ഞാൻ കഴിഞ്ഞ സ്ട്രെച്ചിൽ പറയാൻ ശ്രമിച്ചത്. അങ്ങനെ താണു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഉറപ്പായിട്ടും BJP സെൻറ്റിമെൻറ്റ്സ് അടിക്കും. ആ BJP സെൻറ്റിമെൻറ്റ്സ് ക്യാഷ് ഇൻ ചെയ്യാൻ ഉറപ്പായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ. അത് നമുക്കറിയാം. നോക്കൂ, രാഹുൽ ഗാന്ധി ഫാക്ടർ ഇല്ല എന്ന് ചർച്ചകളിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ?
നമ്മളൊരു രാഷ്ട്രീയ മനസ്സോടുകൂടിയാണ് ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്നത്, അല്ലേ? രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ട് സംസാരിക്കുമ്പം രാഹുൽ ഗാന്ധി ഫാക്ടർ ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടർ ഇല്ല എന്ന് നമ്മൾ വ്യക്തമായി പറയും. ഇവിടെ രാഹുൽ ഗാന്ധി ഫാക്ടർ എന്ന് പറയുന്നത് വർക്ക് ചെയ്തിരിക്കുന്ന വേറൊരു അവസ്ഥയിൽ കൂടാണ്. കാര്യം ഈ പറയുന്ന കമ്മ്യൂണലായി ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് 2014 2019 മോഡി അധികാരത്തിൽ വന്നപ്പോൾ പോലും പറയാത്ത പച്ച വർഗീയതയാണ് നമ്മുടെ മുന്നിൽ പറഞ്ഞത്. കാര്യം അവർ കളിക്കാൻ ശ്രമിച്ചത് ഈ പ്രാവശ്യം രാമനെ വെച്ചാണ്, അല്ലേ? രാമൻ വർക്ക് ചെയ്തോ, ദേശീയ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, രാമനോടുള്ള പ്രതികരണമാണ്, രാമനെ വെച്ചുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രതികരണമാണ് ഈ സംസ്ഥാനം കൊടുക്കുന്നത്. അപ്പം നോർമൽ കോഴ്സിൽ സംഭവിക്കുക BJPയെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ വളരെ സൂക്ഷിച്ചു ഇരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവർ CPMനെ ഡിസ്കാർഡ് ചെയ്ത് കളയുന്നതുകൊണ്ട് ഞാൻ എന്തായാലും അതിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർ പറയുന്ന ആൻറ്റി ഇൻകംബൻസി കേരളത്തിലുണ്ടോ? ഞാൻ പറയുന്നു ഉണ്ട്. കാര്യം ഏതൊരു തെരഞ്ഞെടുപ്പിലും ഏത് പാർട്ടി ഭരിച്ചാലും ഈ ലോകമെമ്പാടുമുള്ള സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടന്നാലും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. അതിൻ്റെ സ്കെയിലാണ് ഇവിടുത്തെ പ്രശ്നം. ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ, ആൻറ്റി മോഡി ഉണ്ടോ, ആൻറ്റി BJP ഉണ്ടോ, ആൻറ്റി കോൺഗ്രസ് ഉണ്ടോ, ഈ പറയുന്ന എല്ലാ ഫാക്ടറുകളും ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്. അതിൽ ഏത് പ്രിവേല് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏത് പ്രിവേല് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ആൻറ്റി BJP സെൻറ്റിമെൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതലുണ്ടെന്നാണ്. ഇപ്പം നോക്കൂ, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ അല്ലെങ്കിൽ VD സതീശൻ പറയുന്ന ആൻറ്റി CPM സെൻറ്റിമെൻറ്റ്സും ആൻറ്റി BJPയും എല്ലാം തന്നെ ഉണ്ടെന്നിരിക്കട്ടെ. അത് കൊണ്ടുതരുന്ന ഒരു പൊസിഷൻ എന്താ? ഏറ്റവും മോശമായ പിണറായി വിജയൻ്റെ പൊസിഷനിലേക്കല്ലേ കൊണ്ടുതരുന്നത്? CPMൻ്റെ ഏറ്റവും മോശമായ പൊസിഷനിലേക്കായിരിക്കുമല്ലോ അവരെത്തുക. ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നിട്ട് CPMന് ഇത്ര വോട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഈ സാധനം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഈ പാർട്ടിക്ക് അടിത്തറ വൃത്തിയായിട്ടുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇത്രയും ഫാക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് ഇത്രയും ഫാക്ടേഴ്സ് നിൽക്കുന്നു, ആൻറ്റി BJP, ആൻറ്റി മോഡി, ആൻറ്റി കോൺഗ്രസ് വികാരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നു കോൺഗ്രസിനെ എണ്ണി നോക്കാൻ പോലും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പാണ്. കാര്യം ഇത്രയും വലിയ സംഘടനാ ശക്തിയും ഇത്രയും വലിയ പ്രവർത്തനവും ഗ്രൗണ്ടിൽ ഇറങ്ങി നടത്തുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം പറഞ്ഞല്ലോ, ക്ഷേമ പെൻഷൻ വൈകിപ്പോയി, ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അതാണോ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, when we are factoring in many things, many multiple problems are there, but which is the predominant problem എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ആൻറ്റി BJP സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് തന്നെ പറയും. അത് നമ്മൾ നോക്കിയിരുന്ന് കണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറേ ആൾക്കാർ ഈ പറയുന്ന ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാൻ ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ എതിരെ നമ്മൾ സംസാരിച്ചതാണ്, ഏറ്റവും ശക്തമായി പ്രതികരിച്ചതാണ്, മുഖ്യമന്ത്രി പ്രതികരിച്ചതാണ്. അപ്പം അതിനെ പ്രതിരോധിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഉള്ള ഒരു കിക്ക് ബാക്ക് ഉണ്ടാവും തന്നെ ഞാൻ കരുതുന്നത്. വലിയ തോതിൽ ഇടതുപക്ഷം നടത്തുന്നു എന്ന ഒരു തരത്തിലേക്കാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ പോകുന്നത്. അതുകൂടെ പറയാം. ഈ സ്ട്രെച്ചിൽ തന്നെ പറഞ്ഞെടുക്കാം. നോക്കൂ, ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ. എന്നാൽ അത്രത്തോട് അടുത്ത് തന്നെ നമ്പേഴ്സ് ഉള്ള ഈ പറയുന്ന മുസ്ലിം മതവിഭാഗവും ക്രിസ്ത്യൻ മതവിഭാഗവും എല്ലാവരോടും ചേർന്നെടുത്തുണ്ട്. മൈനോറിറ്റി നമ്പേഴ്സ് വളരെ കൂടുതലായിട്ടുള്ള സംസ്ഥാനം നമ്മുടെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ പറയുകയാണ് മറ്റേ പാർട്ടി അപ്പീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൽ പരം ഒരു മര്യാദയോട് പറയാനില്ല. കാരണം നോക്കൂ, രാജ്യത്ത് നിൽക്കുന്ന, ഞാനതാ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ രാജ്യത്ത് നിൽക്കുന്ന ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ആൻറ്റി BJP സെൻറ്റിമെൻറ്റ്സ് ആണ്. ആൻറ്റി BJP സെൻറ്റിമെൻറ്റ്സ് വരാനുള്ള കാര്യം എന്താ? BJP പറയുന്നത് ആൻറ്റി മുസ്ലിം രാഷ്ട്രീയമാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സും മാത്രം വർക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിം അനുകൂല നിലപാട് എടുക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നിട്ട് കോൺഗ്രസിന് എന്താ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ വോട്ട് ചെയ്യുന്നവനൊരു ഗതികേടുണ്ടോ എന്നുള്ളതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നീ പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയും ഇറക്കി വിടാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് എല്ലാ ദിവസവും പറയാൻ ശ്രമിക്കുന്ന
ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ വാതിലുകൾ ഇടിച്ചു തെറിപ്പിക്കും, ബാബറിയുടെ പൂട്ടിട്ട് പൂട്ടും എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ളൊരു നാട്ടിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഈ പറഞ്ഞ ആൻറ്റി മുസ്ലിം വ്യക്തമായ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടല്ല. എങ്ങനെയും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ നമ്പറിന്റെ കളി ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ശ്രമം. ഞാനൊരു ചർച്ച പറഞ്ഞാണ് CPM-ന് ഒരു ചർച്ച ഞാൻ പറഞ്ഞാണ് CPM-ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സീറ്റാണ് കിട്ടുന്നതെങ്കിൽ മതനിരപേക്ഷ മുന്നണിക്കകത്ത് നിൽക്കും. ഈ പറയുന്ന BJP പിടിച്ചോണ്ട് പോകത്തില്ലെന്ന് പറഞ്ഞാണ്. അതേ ഇപ്പോഴും പറയാനുള്ളൂ. റൈറ്റ്. ഏതായാലും കേരളത്തിലും കുറെ കൂടി ശക്തമായി സോഫ്റ്റ് ഹിന്ദുത്വ, മൃദു ഹിന്ദുത്വം എന്നുള്ളത് കൂടുതൽ തോതിൽ മുൻകാലങ്ങളെക്കാൾ വർക്കാകുന്നു എന്നൊരു പ്രശ്നം രാഷ്ട്രീയമായി പരിശോധിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അവിടെ കോൺഗ്രസ് എടുക്കുന്ന സൈലൻസും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നേക്കാം. ഏതായാലും അത് ആ പാർട്ടി ഏതൊക്കെ തരത്തിൽ അത് വിശകലനം ചെയ്തു പോകുന്ന അറിയില്ല. ഇവിടെ വസന്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് ഞാൻ 3 തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഇതിനെ 2ആയി തന്നെ കാണേണ്ടതാണ് എന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് 80-ൽ എടുക്കാം. തമിഴ്നാട്ടിൽ AADMK ലോക്സഭാ സീറ്റിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിപ്പോയി. 39 സീറ്റുള്ള സ്റ്റേറ്റിലെ അന്ന് AADMK സർക്കാരിനെ പിരിച്ചുവിട്ടു കേന്ദ്രം. ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതേ നിലയിൽ MGR വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നു. തൊട്ടു പിന്നാലെ തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാമകൃഷ്ണ ഹെഗ്ഡെ 84-ൽ ഇന്ദിരാ സഹതാപ തരംഗത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഹെഗ്ഡെ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോയി. തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹെഗ്ഡെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് മികച്ച വിജയത്തോടെ വരുന്നതും രാജ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുള്ള കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് വരാമല്ലോ. കേരളത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ 19-ന് മുമ്പ് തന്നെ പറയാം. ഇപ്പോൾ 2014-ൽ UDF-ന് 12 സീറ്റാണ് ലോക്സഭയിലേക്ക് ലഭിച്ചത്. അതായത് 2011-ൽ അന്ന് UDF-ന് ഉമ്മൻചാണ്ടിക്ക് വളരെ ചെറിയ ഭൂരിപക്ഷം 72 സീറ്റ്. ആ 72 സീറ്റിനും അപ്പുറത്തേക്ക് ആനുപാതികമായി നോക്കിയാൽ കാണാവുന്നത്ര MLA-മാരുടെ സ്ട്രെങ്ത് പ്രതിഫലിക്കും വിധം 12 സീറ്റിൽ വിജയിച്ചു 14-ൽ. തൊട്ടു പിന്നാലെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും 16-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും എന്താണ് സംഭവിച്ചത്? 19-ൽ എന്താണ് സംഭവിച്ചത്? 19-ൽ ഇതേപോലെ തന്നെ മികച്ച വിജയം UDF-നുണ്ടായില്ലേ? 20-ലും 21-ലെയും തദ്ദേശം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എന്താണ് സംഭവിച്ചത്? ഈ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പറയുന്നത് ഈ ടൂൾ ഡിഫറൻ്റായി തന്നെ കാണണം. നമുക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ പറയാം, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട രേഖകളാണ്, അനുഭവങ്ങളാണ്. അല്ല, ഇപ്പം ശ്രീ ലാൽകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഉത്തരം പറയട്ടെ. അദ്ദേഹം പറഞ്ഞു എന്താണ്, കോൺഗ്രസിനെ ജനം വോട്ട് ചെയ്യുന്നത് ആന്റി മോഡി ഫാക്ടറിയിൽ മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിന്റെ അവസ്ഥ അതല്ലല്ലോ. കേരളത്തിൽ മറ്റൊരു രക്ഷയുണ്ടല്ലോ, വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. കേരളത്തിൽ BJP ഒന്നാമത്തെ ഓപ്ഷനേ അല്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി ഒരു തീരുമാനമെടുക്കുന്നത്. ഉത്തർപ്രദേശിൽ, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യം വേണ്ട. എന്തുകൊണ്ടാ? അവിടെ BJP ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കക്ഷിയല്ല. അവിടെ മത്സരം കോൺഗ്രസും ആപ്പും തമ്മിലാണ്. അങ്ങനെ മത്സരിക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തീരുമാനം CPM-ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണി നമ്മൾ ഒരുമിച്ച് മത്സരിക്കേണ്ട കാര്യമില്ല. ഇവിടെ BJP 3-ാം സ്ഥാനത്താണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പഞ്ചാബിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, കോൺഗ്രസ് അല്ലാതെ. കേരളത്തിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, കോൺഗ്രസ് അല്ലാതെ. എന്നിട്ടും ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തെങ്കിൽ CPM-നെ ജനം ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, BJP-യോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം. ഇപ്പോ ബാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായിട്ടുണ്ട് എന്ന വിമർശനം വരുന്നുവെന്ന് ഇടതു പ്രതിനിധി സമയമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ബാക്കി മാധ്യമങ്ങൾക്കെതിരെ ഒന്ന് മാനനഷ്ട നോട്ടീസ് കൊടുത്തേക്കോളാം. കാര്യം നിരന്തരമായി നിങ്ങളുടെ പാർട്ടിയെ ഇങ്ങനെ എന്താണ് പറയുന്നത്, കൊള്ളരുതായികയും ഇല്ലായ്മയൊക്കെ പറഞ്ഞ് ഇവര് റിപ്പോർട്ട് ചെയ്യില്ലേ. നമുക്ക് ഒരു കേസൊക്കെ കൊടുക്കണം ഇടതു പ്രതിനിധി. അതിന് അങ്ങ് മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയോട് ഈ വിവരമില്ലാത്തവൻ, അങ്ങയുടെ ഭാഷയിൽ ഈ വിവരമില്ലാത്തവൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് അതിനിറങ്ങിയാൽ നന്നാവും. രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നത്, ആ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അല്ലാതെ CPM എന്ന ഓപ്ഷൻ നിൽക്കുമ്പോഴും എന്താണ് ജനം കോൺഗ്രസിനെ സെലക്ട് ചെയ്യുന്നത്. 2, ലാൽകുമാർ പറയുന്നു, അദ്ദേഹം പറയുന്നത് എന്താണ്, കോൺഗ്രസിന് ഒരു നോട്ടബിൾ നമ്പറിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന രീതിയിൽ, ഭരണം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ശക്തരാക്കേണ്ടത് കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ആ വാദം എവിടെ പോസിബിൾ ആവും? ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കർണാടകയിൽ അല്ലെങ്കിൽ തെലങ്കാനയിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ
ഇന്ത്യ മുന്നണിയിലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ചേരാത്ത ചില കക്ഷികൾ, ആ കക്ഷികൾ വോട്ട് ചെയ്താൽ ചിലപ്പോൾ അവർ അവസാന നിമിഷം വരുമ്പോൾ കോൺഗ്രസിനെ കൈവിട്ടിട്ട് അല്ലെങ്കിൽ മതേതര ബദൽ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മതേതര ബദലിനൊപ്പം നിൽക്കാതെ മാറിപ്പോയാലോ എന്ന സംശയം കൊണ്ട് വോട്ട് ചെയ്യും. അതായത് കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും. പക്ഷെ കേരളത്തിൽ അതല്ല അവസ്ഥ എന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തിൽ നിങ്ങൾ പറയുന്ന കോൺഗ്രസ് പോയാലും ഞങ്ങൾ പോവില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പിന്നെന്താണ് പ്രശ്നം? കാര്യം ആ മതേതര ബദലിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM അടിയുറച്ചു നിൽക്കുമെന്ന് ജനം വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു. ഒന്നെങ്കിൽ ജനം അത് വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഇതാ ഇവിടെ ഒരു ആന്റി ഇൻകൺവെൻസി ഉണ്ട്. നേരത്തെ ഇടതു പ്രതിനിധി പറഞ്ഞതെന്താണ്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ ഇത്ര സീറ്റിലെ മത്സരിച്ചുള്ളൂ. ഇതൊന്നും ആയിരുന്നല്ലോ ഇലക്ഷന് മുമ്പ്. നിങ്ങളുടെ ടാഗ് ലൈൻ തന്നെ 30 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ലേ? ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഇന്ന് ശ്രീ KC വേണുഗോപാൽ AICCയുടെ അധ്യക്ഷൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ രാജ്യത്ത് ഇടതില്ലാതായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇടത് കുർലോസ് പിതാവ് പറഞ്ഞ പോലെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അത് വിമർശിക്കപ്പെടും. അതിന്റെ ഫലമായി തോൽവി ഉണ്ടായാൽ അത് അംഗീകരിക്കേണ്ട, പിന്നീട് അത് ന്യായീകരിക്കുക, അതിൽ ക്യാപ്സ്യൂൾ ഇറക്കുക, അതിനെ മെഴുകാൻ നോക്കുക. എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ തോറ്റു, ഞങ്ങൾ തോറ്റു, അത് അംഗീകരിക്കുക, അത് പഠിക്കുമെന്ന് പറയുക, അത് പഠിക്കുക, സ്വന്തം പാർട്ടിക്കുള്ളിൽ അതിനനുസൃതമായ ഒരു പഠനം നടത്തുക. അതിന് സംഘടനാ ശേഷിയുള്ള പാർട്ടിയല്ലേ CPM, എനിക്കതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പഠനം നടത്തുക, എന്നിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല ഞങ്ങൾക്കല്ലേ ഉടനെ ഇറങ്ങി പുറപ്പെടുക. ഞങ്ങളെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് പോകുന്നു എന്നാണ് മറുപടി. മറുപടി ജയിക്കിന്റെ മറുപടി. അല്ലല്ല, അദ്ദേഹത്തിനും ഈ ചർച്ചയിൽ നിങ്ങൾ രണ്ടുപേരെ ഇടതുപക്ഷത്ത് നിന്ന് വിളിക്കുന്നു, ഒരാളെ കോൺഗ്രസ് വിളിക്കുന്നു. നിങ്ങളല്ലേ ഇത്രയും നേരം സംസാരിച്ചത്? നിങ്ങൾ പറഞ്ഞ പോയിന്റിൽ മാത്രമാണ് അവിടേക്ക് പോകുന്നത്. ഞാൻ ഇത്രയും നിങ്ങൾ എന്താ ലാല് പറഞ്ഞതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചു. എന്താണ് വസന്ത് ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ പോയിന്റിലുള്ള മറുപടി മാത്രമാണ് ഞാൻ ജയിക്കിനോട് ചോദിക്കുന്നത്. അടുത്ത റൗണ്ടിൽ മടങ്ങി വരുമ്പോൾ വസന്തിന്റെ അവസരത്തിൽ അടുത്തതാവാം. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് പോലും താങ്കൾ ഇത്രയും നേരം വന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ജയിക്കിന്റെ മറുപടി ഇതേക്കുറിച്ച് CPM വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള CPM വിമർശനം വസന്ത് അവതരിപ്പിച്ചു. താങ്കളുടെ മറുപടി. ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ അടുത്ത റൗണ്ട് തരാം. ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ജയിക്ക് CPM വിമർശനം വസന്ത് ഉന്നയിച്ചത്. മറുപടി പറയൂ. വരാം വസന്ത്, വരാം. എന്നോടുള്ള ചോദ്യം 3 മിനിറ്റാ. യെസ്, വരാം. നിങ്ങൾ പറഞ്ഞതിൽ നിന്നാണ് അങ്ങോട്ട് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞതിൽ നിന്നാണ്. വസന്ത് വരാം. ജയിക്ക് പ്ലീസ്, വേഗം വരാം വസന്ത്, വരാം. ഇല്ല, അതിൽ അദ്ദേഹം വലിയ മേനി ധരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് രാജ്യമെമ്പാടും തങ്ങളുടെ മാത്രം നേതൃത്വത്തിൽ നടത്തപ്പെട്ട അനിതര സാധാരണമായ മഹാമുന്നേറ്റമാണ് ഇന്ത്യ ബ്ലോക്ക് നേടിയിട്ടുള്ളതെന്നുള്ളതാണ് അദ്ദേഹം. ഞാൻ ആവശ്യപ്പെടുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലെങ്കിലും എടുത്ത് പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൽ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും DMKയുടെ നേതാവ് MK സ്റ്റാലിനും പശ്ചിമ ബംഗാളിൽ TMCയുടെ നേതാവ് മമതാ ബാനർജിയും ഇത്തരത്തിൽ നിതീഷ് കുമാറിനെ വരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ട്വിറ്റർ ഹാൻഡിലെ ഇന്ത്യ ബ്ലോക്കിന്റെ പോസ്റ്ററെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരം വില കുറഞ്ഞ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയില്ലായിരുന്നു എന്നാണ് സത്യസന്ധമായി ഞാൻ കരുതുന്നത്. അങ്ങേക്ക് വിവരമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആർക്കും വിവരത്തിന്റെയും വിവരക്കൂടുതലിന്റെയും സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞാൻ പറഞ്ഞത് വിവരമുള്ള കോൺഗ്രസുകാർ പോലും ഇതിനെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് പരിശോധിക്കണമെന്ന് പറയില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങേക്കൊരു തെറ്റിദ്ധാരണയുണ്ടോ? അങ്ങയുടെ നേതാവ് നാട്ടിലാകെ നടന്നതുകൊണ്ടോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മാത്രം രാജ്യത്ത് നടത്തിക്കൊണ്ടും വന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് ഇപ്പോഴത്തെ നമ്മൾ നേടിയിട്ടുള്ള ഈ പ്രതിപക്ഷ മുന്നേറ്റം എന്നുള്ളത് അങ്ങ് പരിശോധിച്ചില്ലേ? കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഉത്തരാഖണ്ഡിൽ എന്താ സീറ്റിന്റെ സ്ഥിതി? മുഴുവൻ BJP ജയിച്ചില്ലേ? അങ്ങയുടെ പാർട്ടി 0 ആയിരുന്നില്ലേ? ആസാമിൽ എന്താ സ്ഥിതി? മഹാഭൂരിപക്ഷവും BJP ജയിച്ചില്ലേ? അങ്ങയുടെ പാർട്ടി 0 ആയിരുന്നില്ലേ? മധ്യപ്രദേശിൽ എന്താ സ്ഥിതി? മുഴുവൻ സീറ്റിലും മഹാഭൂരിപക്ഷം സീറ്റിലും BJP ജയിച്ചില്ലേ? അങ്ങയുടെ പാർട്ടി 0 ആയിരുന്നില്ലേ? ജാർഖണ്ഡിൽ എന്താ സ്ഥിതി? മഹാഭൂരിപക്ഷം സീറ്റിലും BJP ജയിച്ചില്ലേ? അങ്ങയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് 0-ൽ ഒതുങ്ങിയില്ലേ? അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ എന്താ സ്ഥിതി? മുഴുവൻ സീറ്റിലും BJP ജയിച്ചില്ലേ? അങ്ങ് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടിയ പാർട്ടി 0 ആയിരുന്നില്ലേ? ഗുജറാത്തിൽ എന്താ സ്ഥിതി? അങ്ങ് BJP 25 സീറ്റിൽ വിജയിച്ചില്ലേ? കോൺഗ്രസിന്റെ സ്കോർ ബോർഡ് 1-ൽ ഒതുങ്ങിയില്ലേ? ഒഡീഷയിൽ എന്താ സ്ഥിതി? 20-ൽ 19-ലും BJP ജയിച്ചില്ലേ? ഛത്തീസ്ഗഡിൽ അങ്ങയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ എന്താ സ്ഥിതി? 11-ൽ 10-ലും BJP ജയിച്ചില്ലേ? ഡൽഹിയിൽ എന്തായിരുന്നു സ്ഥിതി? 7 സീറ്റിലും BJP വിജയിച്ചില്ലേ? അപ്പോ
തങ്ങൾ UP-യിലടക്കം പശ്ചിമ ബംഗാളിലടക്കം തമിഴ്നാട്ടിലടക്കം ഇന്ത്യ കൂട്ടായ്മയിലെ വിവിധ മുന്നണികളുമായി പ്രാദേശിക അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൂടെ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് സഖ്യം ചേർന്ന് മത്സരിച്ച് നിസ്വരം നിരക്ഷരമായ ഇന്ത്യയിലെ ജനത വലിയ വിജയം സമ്മാനിച്ചപ്പോ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ അത് സ്ഥിരബുദ്ധിയോടുകൂടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന അന്തസ്സുള്ള ഒരു മനുഷ്യനും അംഗീകരിച്ചു തരുന്നതല്ല. അന്തസ്സുള്ള മനുഷ്യന്മാർ അംഗീകരിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് സ്വയം അന്തസ്സ് കെട്ടവനായി മാറി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങ് ദയവ് ചെയ്ത് പറയരുത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം അങ്ങയോട് പങ്കുവെച്ചു എന്ന് മാത്രം. റൈറ്റ്. ഞാൻ വസന്തിലേക്കാണ് വരുന്നത്. വസന്ത്, നേരത്തെ ലാലും മറ്റും സംസാരിച്ചതിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. എൻ്റെ ചോദ്യം ഞാൻ അപ്പോൾ തന്നെ താങ്കളോട് ചോദിച്ചിരുന്നു, ചില കണക്കുകൾ വെച്ച് മറുപടി. അല്ല പ്രശ്നം ഞാനപ്പോൾ അങ്ങയോട് വിയോജിക്കാൻ കാര്യം അങ്ങ് 3 മിനിറ്റോളം എടുത്താണ് എന്നോട് ചോദ്യം ചോദിച്ചത്. എനിക്ക് ഉത്തരം പറയാൻ ആ 3 മിനിറ്റിലും തരിക എന്നുള്ളത് ഒരു സ്വാഭാവിക മര്യാദയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. 2, ജയിക്കുന്ന ഒരു ഉത്തരം പറയട്ടെ. ജയിക്ക് കർണാടകയിലെ കണക്കൊക്കെ പറയുന്നു. ജയിക്ക് കർണാടകയിൽ നിങ്ങളുടെ കൂടെ ഒക്കച്ചങ്ങായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആൾ ഈ പ്രാവശ്യം NDA മന്ത്രിയാണ്. ആ പാർട്ടിയിൽ നിന്ന് NDA മന്ത്രിസഭയിൽ ചേർന്ന പാർട്ടിയുടെ മന്ത്രിമാർ ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലുമുണ്ട്, നിങ്ങളുടെ മന്ത്രിസഭയിലുമുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠനം നടത്തിയാൽ നന്നാവും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു കിട്ടിയ ആ ലിസ്റ്റ് പറയാൻ പോയ കോൺഗ്രസ് നേതാവിന് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ല ഞാനും പറയാം. ആ ലിസ്റ്റ് പറയാൻ പോയാൽ കോൺഗ്രസ് നേതാവിന് ചർച്ചയിൽ ഇരിക്കാൻ കഴിയുമോ? അല്ല ചർച്ച അങ്ങനെയൊന്നും പേടിച്ചു പോവില്ല ഇടതു പ്രതിനിധി. അങ്ങല്ല ഞാൻ. നമുക്ക് 10 മണി വരെ ആക്കാം. നിങ്ങളുടെ ചാനലല്ലേ, 10 മണി വരെ ആക്കാം ചർച്ച. ഇരിക്കാം. ഉണ്ടോ അങ്ങുണ്ടോ ചർച്ചക്കുണ്ടോ? ഇപ്പൊ പറഞ്ഞു തീർക്കണ്ടേ വസന്തേ? ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചെറുതാവല്ലേ നമ്മുടെ അങ്ങനെ നോക്കി അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രിസഭയിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് പോയവരുണ്ട്, മുൻ കോൺഗ്രസ്സുകാർ കേന്ദ്രമന്ത്രിമാരുണ്ട്. ശരി, പറഞ്ഞോളൂ, പറഞ്ഞു തീർക്ക്. അങ്ങയുടെ വാദത്തിന്റെ സമയം തൊട്ട് അങ്ങാണ് ചെറുതാവുന്നത്, കാണുന്നവർക്ക് മനസ്സിലാവുന്നത്. അങ്ങിപ്പോ എന്നോട് ചോദിച്ചു നമുക്ക് ചർച്ച ചെയ്യാം, ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനല്ല തയ്യാറാണ്, പറഞ്ഞാൽ മതി, അങ്ങ് പറഞ്ഞു പോ, പറഞ്ഞു തീർക്ക്. അല്ലല്ല പറയട്ടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി, ഞങ്ങൾ കൂടി ചേർന്ന് നിന്ന ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് അംഗത്തെ വിടത്ത CPM അത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഇന്ത്യ മുന്നണി നടത്തിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് ഭാരത് ജോഡോ യാത്രയാണ്. ആ യാത്രയുടെ 1-2 ഘട്ടങ്ങൾ കേൾക്കുന്നു. കോൺഗ്രസിന്റെ പരിപാടിയല്ലേ? അല്ലല്ല, അത് കോൺഗ്രസിന്റെ പരിപാടി എങ്ങനെ ആവുന്നത് ശ്രീ ശരത്? ഇതാണ് പ്രശ്നം. പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫാക്ച്വൽ എറർ ഉണ്ട്. ഇന്ത്യ മുന്നണിയുടേതല്ല ഭാരത് ജോഡോ യാത്ര എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയാണ് അത്. അങ്ങനെ തന്നെ കോൺഗ്രസ് പാർട്ടി അല്ലാതെ കേൾക്കുന്നേ, കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് ആയിരുന്നല്ലോ. അതിന്റെ ഏറ്റവും അവസാനം 1-2, അതാണ് ഞാൻ 1-2 എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ടു. അവിടെയാണ് പ്രശ്നം. 1-2 സമാപന സമ്മേളനങ്ങൾ ഇന്ത്യ മുന്നണി യോഗം പോലെ തന്നെയാണ് നടന്നത്. ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷി നേതാക്കൾ അവിടേക്ക് എത്തപ്പെട്ടിരുന്നു. അവിടേക്ക് ക്ഷണമുണ്ടായിട്ട് എത്താതിരുന്നത് CPM മാത്രമാണ്. അങ്ങനെയുള്ള നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇതാ ഈ ഇന്ത്യ ബ്ലോക്കിനെ അങ്ങ് ഉദ്ധരിച്ചു കളയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഉദ്ധരിച്ചത്? എവിടെയാണ് നിങ്ങൾ കൂടുന്നത്? അപ്പൊ അത് പറയണം. പിന്നെ രണ്ടാമത് ഞാൻ കംപ്ലീറ്റ് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോഴും ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷവുമായി 10 സീറ്റുകളിൽ ജയിച്ചു നിൽക്കുന്നു. 2, നിങ്ങൾ തോറ്റതിനെ പറ്റി നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു പറഞ്ഞു. അവിടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അടുത്ത പോയിന്റ് ഉണ്ടെങ്കിൽ പറയും. ജയിച്ചു നിൽക്കുന്നവരെ പോകുക എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല എന്നുള്ളത് മനസ്സിലാക്കി. റൈറ്റ്. ഇവിടെ ഞാൻ ലാല് ഏതായാലും ജയവും തോൽവിയും ഇവിടെ ഇപ്പോൾ തോറ്റവരാണ് പഠിക്കേണ്ടത് എന്ന് വസന്ത് പറയുന്ന ഒരു തിയറിയാണ് അവതരിപ്പിച്ചു വെച്ചത്. പക്ഷേ ജയിക്കുമ്പോൾ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ മാറ്റമുണ്ടാക്കും വിധം ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുന്നതിന് BJPക്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അത് തൃശ്ശൂരിലാണ് സംഭവിച്ചത്. അതിൻ്റെ രാഷ്ട്രീയാഘാതം കോൺഗ്രസ് പേറുന്നുണ്ട്. സംഘടനാപരമായി നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ, ജനവിധിയെ പഠിക്കുക എന്ന് പറയുന്നത് തോറ്റവൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന നിലയിൽ കാണാവുന്നതാണോ? കോൺഗ്രസിനായാലും CPIM-നായാലും UDF-നായാലും LDF-നായാലും ഗൗരവമായി പഠിക്കേണ്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജനവിധി നൽകുന്നുണ്ട് എന്നതാണോ യാഥാർത്ഥ്യം? നിശ്ചയമായും. നോക്കൂ, സംസ്ഥാനത്തെ ഒരു ആറ്റിങ്ങൽ മണ്ഡലം എടുക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരൻ അത്ര പുറയിലല്ല. അത് കോൺഗ്രസിനും പുറയിലല്ല, CPM-നും പുറയിലല്ല. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ
ഇമ്മീഡിയറ്റ് ത്രെട്ട് എന്ന് പറയുന്ന ഒരു കാര്യവും ലോങ് ടേം ത്രെട്ട് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഞാനിപ്പോഴും പറയുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പം CPM ഒരു ചോയ്സ്, വലിയ ചോയ്സ് തന്നെയാണ്, ഇവരെക്കാട്ടിലും ബെറ്റർ ചോയ്സ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ നിൽക്കുമ്പം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു വല്ലാത്ത ഒരു ഇൻഡിഫറൻസ് ഉണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷന്. ആ ഇൻഡിഫറൻസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. അതാണ് CPM നേരിടുന്ന ഒരു പ്രശ്നം. നാഷണൽ ലെവലിലേക്ക് അവരൊരു കേരളത്തിൽ നിന്നൊരു ചോയ്സായി വരുന്ന രീതിയിൽ കാര്യങ്ങൾ രാജ്യത്ത് ആ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. നോക്കൂ, CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ജോലി സീറ്റ് മാത്രമല്ല, ഇപ്പം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ ആശയം നിർത്തി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ട് പോലും ഈ പറയുന്ന ആൻറ്റി BJP സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന വോട്ട് പോലും ബേസിക്കലി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ പാളയത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കാതെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഞാൻ പറയുന്നത് ഇടതുപക്ഷം ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടോ, ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. അത് ഇല്ലാന്ന് ആരാ പറയുന്നത്? നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, വോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പോയിട്ടുള്ളത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് നോക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഒന്നും പോയിട്ടില്ല. ഇപ്പം മുരളീധരൻ്റെ കാര്യത്തെക്കുറിച്ച് മിണ്ടാതെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടാതെ ഈ ന്യായീകരണമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് പറ്റും, ചിലപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽക്കണ്ടേ, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം അപ്പുറത്തുള്ളവർ കളിക്കുന്ന അത്രത്തോളം വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയമായതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ടമൽറ്റസ് എൻവയോൺമെൻറ്റിലാണ്. അത് വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ വലിയ പാടുപെടും. പഴിചാരിയിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരി ജയിക്ക്, ഞാൻ LDF പറയുന്നതിൽ ഒരു വാദത്തിൽ സാരമായ കഴമ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണേ അല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്. ഞാനതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ, കേരളത്തിലേതും കേരളത്തിന് പുറത്ത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പശ്ചാത്തലത്തിലുള്ള ചില വസ്തുതകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാന്ദർഭികം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. ഞാൻ അതിലേക്കല്ല വരുന്നത്. അങ്ങനൊരു വസ്തുതയുണ്ട്, അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നത് പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ CPIM-നും പ്രശ്നങ്ങളില്ലേ? ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, CPIM-ൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. CPIM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ വോട്ട് ഷെയർ കുറയുന്ന പ്രശ്നം നിൽക്കുന്നു. എത്രയോ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത്, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വരുന്ന പ്രശ്നം നിൽക്കുന്നു. ഇത് ഇടതുപക്ഷത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന പ്രശ്നം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഗൗരവമായി പരിശോധിച്ച് അടിസ്ഥാന വോട്ട് ആരാണോ CPIM അടങ്ങുന്ന ഇടതുപക്ഷത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ഈ തെറ്റിദ്ധാരണകളെ മാറ്റുകയും ചെയ്യുന്ന നിലയിലേക്കുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് ഇടതുപക്ഷത്തിന്, വിശേഷിച്ച് CPIM-ന് പോകേണ്ടതായിട്ടില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങയുടെ ഈ സുപ്രധാനമായ ചോദ്യത്തിന് ഞാൻ ആമുഖമായി തന്നെ ഒറ്റവാചകത്തിൽ മറുപടി പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയും ചരിത്ര പ്രാധാന്യമുള്ളതാകുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് താൽക്കാലികമായിട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്, വർഗീയതയ്ക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ള നേരിയ തോതിലുള്ള ഒരു പിന്തുണയെ സംബന്ധിച്ചാണ് നമ്മൾ കാണേണ്ടത്. വടക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരക്ഷരരും നിസ്വരമായ മനുഷ്യായുസുകൾ ഇന്ത്യൻ സംഘപരിവാരത്തെ പരാജയപ്പെടുത്താൻ വോട്ടുകുത്തിയപ്പോൾ ഇന്ത്യയിൽ സാക്ഷരതയും അതേപോലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രൗഢഗംഭീരമായ ഭൂതകാലം ഒക്കെ അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നേരിയ തോതിലെങ്കിലും വർഗീയതയ്ക്ക് ഒരല്പം പിന്തുണ ലഭിക്കുന്നുണ്ടോ? ഇത് ആശങ്കപ്പെടുത്തുന്നത് CPIM-നെ മാത്രമാണെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ ശരി, എനിക്ക് നിങ്ങളോട് പ്രതിവാദമില്ല. കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് അല്പമെങ്കിലും മങ്ങലേൽക്കുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല. അത് CPM-കാരുടെ മാത്രം കുറ്റാണെങ്കിൽ ആ കുറ്റം അഭിമാനത്തോടുകൂടെ തന്നെ ഞങ്ങൾ തലയിലേറ്റും. നിയമത്തെങ്ങനെ അക്കൗണ്ട് പൂട്ടിച്ചോ ആ അക്കൗണ്ട് പൂട്ടിച്ച അതേ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും BJP-യെ തുടച്ചു നീക്കാനുള്ള കരുത്തോടുകൂടെയുള്ള ശ്രമങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആരെയും ശത്രുപക്ഷത്ത് നിർത്താതെ എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് അവസാനത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് വർഗീയതയെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ മുഴുകും. പക്ഷേ ആ ഉത്തരവാദിത്തം CPIM-ന്റെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ടതാണോ? കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്, മതനിരപേക്ഷത കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ചരിത്രപരമായി പരിശോധിച്ചാൽ കോൺഗ്രസ് എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് അത്തരം ഒരു സമീപനമാണ്. ഇവിടെയും ഞങ്ങൾ കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും, അതായത്
വർഗീയ തീവ്രവാദം കൊണ്ട് മനുഷ്യരക്തം വീഴാത്ത ഒരു മണ്ണായി ഭ്രാന്താലയമായി കേരളം ഇനി മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഉയർത്തുന്ന ആകുലതകൾക്ക് മുമ്പിൽ അവസാനത്തെ മനുഷ്യനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവന്റെ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും വർഗീയതയ്ക്കെതിരെ തുടച്ചു നീക്കുവാൻ ഉള്ള പോരാട്ടങ്ങളിൽ ഇടതുപക്ഷം കേരളത്തെ ഇന്ത്യക്ക് പ്രതീക്ഷയാവും വിധം മുമ്പോട്ടേക്ക് നയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റൈറ്റ്, ഏതായാലും ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. നന്ദി വസന്ത്, അതുപോലെ തന്നെ ജെക്സി തോമസ്, അതുപോലെ അഡ്വക്കേറ്റ് ലാൽകുമാർ ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.